ഒരു ഹൃദ്രോഗം പോലെയുള്ള അനാരോഗ്യം വന്നപ്പോൾ അതിനെ അതിജീവിക്കാനുള്ള ഒരു മനോധൈര്യവും താങ്കൾക്ക് എവിടെ നിന്നാണ് ലഭിച്ചത്? എനിക്കത് ഞാൻ തന്നെ ആലോചിക്കാറുണ്ട്. ഒന്ന്, ഞാനൊരു ഈശ്വര വിശ്വാസിയാണ്. ഞാനത് കാര്യമായി അങ്ങനെ വലിയൊരു പിന്നെ പ്രകടനാത്മകമായിട്ടൊന്നും ഞാൻ പോകാറില്ല. പക്ഷേ ഞാൻ ഈശ്വര വിശ്വാസിയാണ്. എൻ്റെ വിശ്വാസം എനിക്ക് ശക്തി പകരുന്നൊരു കാര്യമാണ്. പിന്നെ മറ്റൊരു പ്രധാന കാര്യം, അവിടെയാണ് ശ്രീ സോണിയാഗാന്ധിയുമായി എനിക്ക് ഏറ്റവും കൂടുതൽ വ്യക്തിപരമായി അടുപ്പം വരുന്നൊരു കാര്യം. എൻ്റെ ആ ക്രൈസിസ് ടൈമിൽ എൻ്റെ പാർട്ടി നേതൃത്വം, പ്രത്യേകിച്ചും സോണിയാഗാന്ധിയെപ്പോലുള്ള നേതൃത്വത്തിലിരിക്കുന്ന നേതൃപദവിയിലിരിക്കുന്ന മഹൽ വ്യക്തികൾ എന്നോട് കാണിച്ച താല്പര്യവും അത് എനിക്ക് നിർണായക ഘട്ടത്തിൽ നൽകിയ സപ്പോർട്ടും ഇതിനെല്ലാം അതിജീവിക്കാനുള്ളൊരു വലിയ കരുത്താണ് എനിക്ക് നൽകിയിട്ടുള്ളത്. കേരളത്തെ പോലുള്ള ഒരു കൊച്ചു സംസ്ഥാനത്തെ കോൺഗ്രസിനുള്ളിൽ സുധീരൻ നടത്തിയ പോരാട്ടം എങ്ങനെയാണ് സോണിയാഗാന്ധിയെ പോലെയുള്ള ഡൽഹിയിലിരിക്കുന്ന നേതാക്കളുടെ സജീവമായ ശ്രദ്ധയിൽ വന്നുപെട്ടത്? എനിക്ക് തന്നെ അറിയില്ല. ഞാനും അത് ഒരു തരത്തിൽ പറഞ്ഞ അത്ഭുതത്തോടു കൂടിയായിരുന്നു അവരുടെ പ്രതികരണം ശ്രദ്ധിച്ചത്. കാരണം ഞാൻ സോണിയാഗാന്ധിയുമായിട്ട് അങ്ങനെ അധികം ഇടപെടാൻ പോയിട്ടില്ല. ചില ഇഷ്യൂസ് വന്നപ്പോൾ, ഇപ്പോൾ ചില പാർലമെൻറ്റിൽ ചില ബില്ലുകൾ വന്ന അവസരത്തിൽ അതിനോടൊക്കെ എൻ്റെ വിയോജിപ്പ് ഞാൻ അവരെ എഴുതി അറിയിക്കാറുണ്ട്. പിന്നെ പാർലമെൻ്ററി പാർട്ടി മീറ്റിങ്ങിൽ കാണാറുണ്ട്. 2-3 സന്ദർഭങ്ങളിൽ ചില കാര്യങ്ങൾക്ക് വേണ്ടി, പൊതു കാര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരോടൊപ്പം കണ്ടിട്ടുണ്ടെന്നല്ലാതെ എനിക്ക് അവരുമായിട്ട് അങ്ങനെ വലിയ കോണ്ടാക്റ്റ് ഒന്നുമില്ല. പക്ഷേ ഞാൻ അന്ന് ഗുജറാത്തിനെ സംബന്ധിച്ചൊരു പ്രമേയം പാർലമെൻറ്റിൽ ചർച്ച ചെയ്യുന്ന അവസരത്തിൽ രാത്രിയാണ് വോട്ടെടുപ്പ്. രാത്രി 12 മണിക്കോ മറ്റാണ് വോട്ടെടുപ്പ്. 11 മണിക്കാണ് ചീഫ് വിപ്പ് മുൻഷി പറഞ്ഞതനുസരിച്ച് ഞാൻ വോട്ട് ചെയ്യാൻ വേണ്ടി അകത്ത് ചെല്ലുന്നത്. എന്നെ കണ്ട് അവർ അടുത്ത് വിളിച്ചു, വിവരം ചോദിച്ചു, പറഞ്ഞു. എല്ലാം എനിക്ക് മനസ്സിലായി, അറിഞ്ഞിരുന്നു, പറഞ്ഞു ഒട്ടും വിഷമിക്കരുത്, ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം, ഞങ്ങളത് അതിനുവേണ്ട എല്ലാ ഏർപ്പാടും ചെയ്യുന്നുണ്ട് എന്നോട് പറയുകയായിരുന്നു. എങ്ങനെ അത് അവരുടെ ശ്രദ്ധയിൽ വന്നു എന്നുള്ളത് ഇന്നും എനിക്കത് അല്ല. ഈ വ്യക്തിപരമായ ഈ മാതിരിയുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ വാസ്തവത്തിലൊരു ബലം നൽകുന്നതൊരു വിശ്വാസം, അത് എന്തുമാകട്ടെ, ഈശ്വര വിശ്വാസം, ആ വിശ്വാസമാണ് ബലം നൽകുന്നതെന്ന് താങ്കൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്? 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ദൈവവിശ്വാസം എനിക്ക് ബലം നൽകുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമാണ് ഈ പ്രശ്നങ്ങളോടുള്ള എൻ്റെ കൺവിക്ഷൻ. നമ്മൾ ഏറ്റെടുക്കുന്നത് ഉയർത്തിപ്പിടിക്കുന്ന പ്രശ്നങ്ങൾ അത് ന്യായമാണ് എന്ന്, നമ്മുടെ നിലപാട് 100% ന്യായമാണ് എന്ന് എനിക്ക് ഉള്ള ബോധ്യമുണ്ടല്ലോ, ആ ബോധ്യമാണ് എൻ്റെ ശക്തിയായിട്ട് ഞാൻ കാണുന്നത്. അല്ല, ഈ ദൈവവിശ്വാസത്തിലേക്ക് വൈകി വന്ന ആളാണോ, അല്ലെങ്കിൽ ദൈവവിശ്വാസം നിങ്ങളുടെ ജീവിതത്തോടൊപ്പം എക്കാലവും ഉണ്ടായി? അല്ല, ആദ്യമൊന്നും അത്ര ശ്രദ്ധിച്ചിട്ടില്ല. നമ്മൾ ASU യൂത്ത് കോൺഗ്രസ് പ്രവർത്തന കാലത്തൊന്നും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നീട് കുറച്ചുകൂടി വളർന്നു കഴിഞ്ഞ് വന്നപ്പോഴാണ് കൂടുതൽ. പക്ഷെ അന്നും ഞാൻ ക്ഷേത്രങ്ങളിൽ പോകാറുണ്ട്, വിശ്വാസമൊക്കെ ഉണ്ടെങ്കിലും. ഇപ്പോൾ പിന്നീട് ഒരു സ്റ്റേജ് കഴിഞ്ഞ് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ കുറേ കൂടി അത് വർദ്ധിച്ചു. രാഷ്ട്രീയമായി എന്തെങ്കിലും ഒരു ദൗത്യം ഗൗരവമുള്ളതായി നിർവഹിക്കാനുണ്ട് എന്ന് താങ്കൾ ഇപ്പോൾ കരുതുന്നുണ്ടോ? ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്നാൽ കഴിയുന്ന രീതിയിൽ നമ്മുടെ സമൂഹത്തിന് പ്രയോജനകരമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. അത് ചെറുതോ വലുതോ ആകട്ടെ, നമ്മൾ ഏറ്റെടുക്കുന്ന ആ ദൗത്യം അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടേതായ നമുക്ക് സാധിക്കുന്ന മേഖലയിൽ ജനങ്ങൾക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ആ പ്രവർത്തിക്കുന്നതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഫലമുണ്ടാകും, എളിയ തോതിലാണെങ്കിലും ഉണ്ടാകും എന്ന വിശ്വാസക്കാരനാണ് ഞാൻ. അല്ല, ഈ രാഷ്ട്രീയ അഴിമതിക്ക് ഒക്കെ ഒരു അറുതി വരുത്തുന്ന ഒരു മാറ്റം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമെന്നൊരു ശുഭാപ്തി വിശ്വാസം സുധീരനുണ്ടോ? ഇപ്പോഴത്തെ നിലയിൽ അങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ വയ്യ. കാരണം ഇവിടെ ഞാൻ ഇപ്പോൾ കുറേ കാലമായി കേരളത്തിലെ ഗവൺമെൻറ്റുകളെയും രാഷ്ട്രീയത്തെയും വിലയിരുത്താൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയാണ്. ഓരോ റിജീം കഴിയുമ്പോഴും കറപ്ഷൻ കൂടി വരികയാണ്. മുൻകാലത്ത് ചെയ്ത തെറ്റുകൾ ന്യായീകരിച്ചുകൊണ്ട് കൂടുതൽ തെറ്റുകൾ ചെയ്യാനുള്ള ഒരു പ്രവണതയാണ് ഇന്ന് വർദ്ധിച്ചു വരുന്നത്. മുൻകാലത്ത് നടന്ന ആ അഴിമതി തെറ്റാണ് എന്ന് പറഞ്ഞ് തിരുത്തുന്നതിന് പകരം, ആ അഴിമതി ഉണ്ടാകാത്ത സാഹചര്യത്തിലേക്ക് നീക്കുന്നതിന് പകരം അങ്ങനെ അഴിമതി നടന്നു എന്നാൽ പിന്നെ നമുക്ക് ആയിക്കൂടെ? തെറ്റുകൊണ്ട് തെറ്റിനെ ന്യായീകരിക്കുന്ന ഒരു രാഷ്ട്രീയ കാഴ്ച അല്ല, തെറ്റുകളെ ഒരു കീഴ്വഴക്കമായി എടുത്തുകൊണ്ട് അവർ തെറ്റ് ചെയ്താൽ നമുക്കും ആയിക്കൂടെ
എന്ന് പറയുന്ന ഒരു രീതിയാണ് ഇവിടെ കാണുന്നത്. മറ്റൊരു സംഗതി പ്രധാനപ്പെട്ടത്, ഇവിടെ അഴിമതിക്കെതിരായി രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ശക്തമായി പറയുന്നുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഈ അഴിമതിക്കെതിരായിട്ടുള്ള അവരുടെ പറച്ചിലൊക്കെ അവരുടെ പൊളിറ്റിക്കൽ കൺവീനിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം കൊള്ളുന്നതാണ്. ഇപ്പോൾ ഒരാൾ അഴിമതിക്കാരനാണ് എന്ന് പറയുമ്പോൾ നാളെ ആ വ്യക്തി ഈ പറയുന്ന ആളുടെ പാർട്ടിയുമായി രാഷ്ട്രീയ തലത്തിൽ സഹകരിക്കുന്ന സാഹചര്യമുണ്ടായാൽ അവിടെ തീർന്നു. പിന്നെ ഇന്നേ വരെ ഒരു അഴിമതിക്കാരും ശിക്ഷിക്കപ്പെടുന്നില്ല. ഇപ്പോൾ അഴിമതി ആരോപണങ്ങളെ സംബന്ധിച്ചുള്ള എത്രയോ അന്വേഷണങ്ങൾ കേരളത്തിൽ നടന്നു. ഈ അന്വേഷണം ഉയർത്തുന്ന ആളുകൾ പോലും ഇത് സംബന്ധിച്ച് തെളിവ് കൊടുക്കാനോ അല്ലെങ്കിൽ അത് ആവശ്യമായ തുടർ നടപടി സ്വീകരിക്കാനോ പിന്നീട് തയ്യാറാകാത്ത ഉദാഹരണങ്ങളാണ് നമ്മൾ മിക്കതും. അപൂർവമായ ചില സംഭവങ്ങൾ ഒഴിച്ചാൽ മിക്കതും കാണുന്നത്. പക്ഷേ ഇങ്ങനെയുള്ളൊരു നിരാശാതാബോധം ജനങ്ങൾക്കിടയിൽ ഉണ്ടായാൽ അതിൻ്റെ അവസാനം എന്തായിരിക്കും? ശരിയാണ്, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഈ രീതിയിലൊരു മാറ്റം വന്നേ മതിയാകൂ, മാറ്റം വരണമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, വിവിധ പാർട്ടികളിലാകട്ടെ പാർട്ടികൾക്ക് പുറത്താകട്ടെ ഈ സ്ഥിതിയിൽ മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്ന സമാന ചിന്താഗതിക്കാരായ ആളുകളുടെ ഒരു കൂട്ടായ്മയും അത് സംബന്ധിച്ചുള്ള കുറേ കൂടി പബ്ലിക് ഒപ്പീനിയൻ ഈ കാര്യത്തിൽ ശക്തിപ്പെടുത്തുന്നതിന് സാധിക്കുന്ന പ്രവർത്തനങ്ങളും ഉണ്ടാകേണ്ടത്. പക്ഷേ അസംഘടിതരായ ജനങ്ങൾക്ക് നിസ്സഹായരായി നോക്കി നിൽക്കാനല്ലാതെ ഈ മാതിരി ഘട്ടങ്ങളിൽ എന്താണ് ചെയ്യാൻ കഴിയുക? അസംഘടിതരായ ജനങ്ങൾ അവർക്ക് അത്രയേ കഴിയൂ. പക്ഷേ വിവിധ തലങ്ങളിൽ അഴിമതി ഉണ്ടാകരുത്, അഴിമതിക്കെതിരായി നിലകൊള്ളണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർ ജനാധിപത്യത്തിലെ ഏറ്റവും ശക്തമായ ഒരു ആയുധമാണല്ലോ പബ്ലിക് ഒപ്പീനിയൻ. പബ്ലിക് ഒപ്പീനിയൻ ഇഷ്യൂസ് വരുന്ന അവസരത്തിൽ അതിൽ പ്രതികരിക്കാനും പബ്ലിക് ഒപ്പീനിയൻ ഫോം ചെയ്യാനും സാധിക്കുകയും തെറ്റുകൾ ചോദ്യം ചെയ്യപ്പെടും എന്നൊരു നില വന്നു കഴിഞ്ഞാൽ അത് ഒരു പരിധിവരെ അത്തരം തെറ്റുകൾ വരാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, അങ്ങനെ ഒരു പ്രസ്ഥാനം കേരളത്തിൽ രൂപപ്പെട്ടു വരികയാണെങ്കിൽ അതിൻ്റെ മുൻപിൽ സുധീരൻ ഉണ്ടായിരിക്കും എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ? തീർച്ചയായും അങ്ങനെ ഒരു പ്രസ്ഥാനം രൂപപ്പെടട്ടെ. അതിപ്പോൾ നമ്മൾ പെട്ടെന്ന് തട്ടിക്കൂട്ടിയത് നടക്കുന്നതല്ല. സ്വാഭാവികമായി അങ്ങനെ ഒരു പ്രസ്ഥാനം ഇവിടെ ഉയർന്നു വരുമെന്ന ഉറച്ച വിശ്വാസിയാണ് ഞാനും. ആ നാളുകൾക്ക് വേണ്ടി കാത്തിരിക്കുക.